ഹായ് ഹലോ മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +2 മാത്സിലെ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ ഉണ്ടല്ലേ, ഒരു വലിയ തലവേദനയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ്, നമ്മുടെ പ്രോപ്പർട്ടീസ്, അത് ഫുള്ള് നമുക്കൊന്ന് പഠിച്ചു തീർത്താലോ ഇന്ന്. അപ്പൊ നമ്മൾ നേരെ ഒട്ടും സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് മക്കളെ. നമ്മൾ ഇന്റഗ്രൽസ് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രം ദ ബേസിക് ടു അഡ്വാൻസ്ഡ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മക്കളെ നേരെ വീഡിയോയിലേക്ക് പോകാം. നോക്കാം മക്കളെ. അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ത്, ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്താണെന്നുള്ളത്. സോ അത് എല്ലാവർക്കും അറിയാമെന്നാണ് എന്റെ ഒരു ഊഹം. അപ്പൊ നോക്കാം മക്കളെ, അതിന്റെ എന്താണ് അതിന്റെ ഇന്റഗ്രൽ ഫോം എന്താ നോക്കി. എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 + c. ഒരു എക്സെപ്ഷണൽ കേസ് ഇവിടെ പറയുന്നുണ്ട്. ഈ മുകളിലുള്ള എന്നിന്റെ വാല്യൂ എന്താവാൻ പാടില്ല, -1 ആവാൻ വേണ്ടി പാടില്ല. അങ്ങനെ -1 ആയാൽ എന്താണ് സാർ പ്രശ്നം, ആലോചിച്ച് നോക്കടാ. ഈ n എന്ന് പറയുന്നത് -1 + 1 എന്ന് പറഞ്ഞാൽ എന്താ, 0. എക്സ് റൈസ് ടു 0 എന്താ, 1. സോ അത് n = -1 ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സംഗതി ശരിയാവത്തില്ല. അതുകൊണ്ടാണ് n എക്സെപ്റ്റ് -1 ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ ശരിയാവുള്ളൂ എന്ന് ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കും മക്കളെ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. എന്താ അത്, ഇ റൈസ് ടു എക്സ് തന്നെയാണ്, ഇ റൈസ് ടു എക്സ് + c. അടുത്ത് നോക്ക്, ഇന്റഗ്രൽ എ റൈസ് ടു എക്സ് ഡി എക്സ്. എന്താ അത്, എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ + c. നെക്സ്റ്റ് വൺ എന്താ, ഇന്റഗ്രൽ 1/x dx. അറിയണം എന്താണ്, ലോഗ് മോഡ് എക്സ് + c. വെറും ലോഗ് എക്സ് അല്ല, ലോഗ് മോഡ് എക്സ് + c ആണെന്നുള്ള കാര്യം മറക്കരുത്. പിന്നെയോ ഇന്റഗ്രൽ കെ ഡി എക്സ്. കെ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അവൻ എന്ത് ചെയ്യും, നേരെ ചവിട്ടിക്കൂട്ടി ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് ഇടും. സോ എന്ത് കിട്ടും, കെ ഇന്റഗ്രൽ ഡി എക്സ് എന്ന് വരും അല്ലെ. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയായിരിക്കും മക്കളെ, അത് എക്സ് ആയിരിക്കും. സോ കെ ഇൻറ്റു എക്സ് + c. ക്ലിയർ അല്ലേടാ? ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 5 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് വളരെ ബേസിക് ആണ്, ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് ഇന്റഗ്രൽസ് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ പോവാണ്. നോക്കാം മക്കളെ, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്തായിരിക്കും നോക്കുക, -cos x + c ആണ്. ഇവിടെ നിങ്ങൾ ഇന്റഗ്രൽസ് പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ മൈനസ് പ്ലസ് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇടാൻ പറ്റും. ഒരു സിമ്പിൾ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, നിങ്ങൾ വലിയ ചിന്തിക്കാനൊന്നുമില്ല. കോ എന്ന് തുടങ്ങുന്ന എന്തെങ്കിലുമാണ് നിങ്ങളുടെ ഇന്റഗ്രൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ മുമ്പിൽ എന്ത് ഇടേണ്ടി വരും, മൈനസ് ഇടേണ്ടി വരും. എന്തൊക്കെയുള്ളത്, കോട്ട് ഉണ്ട്, മൈനസ് വരാം. കോസ് ഉണ്ട്, മൈനസ് വരാം. കൊസീക്ക് ഉണ്ട്, മൈനസ് വരാം. ഇതൊക്കെ എന്താണ് മക്കളെ, കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കോ കൊണ്ട് തുടങ്ങുന്നതിന്റെ ഒക്കെ മുമ്പിൽ എന്ത് കൊടുക്കണം, മൈനസ് കൊടുക്കണം. ഓക്കെ, അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ എന്താ, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് -cos x ആയി. ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്താ, അപ്പൊ നേരെ തിരിച്ച് എന്ത്, മൈനസ് ഉണ്ടോ, വേണ്ട, സൈൻ എക്സ് + c എന്ന് കിട്ടി. ഇനി എന്താ, ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. നോക്കുക, ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഞാൻ 2 എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചിലപ്പോൾ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ലോഗ് മോഡ് എക്സ് + c അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് + c എന്നാണ് കിട്ടുക. ഇനി ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ഒരു സാധനമാണ്, മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് + c എന്നുള്ള സാധനം ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ എന്താ, ലോഗ് മോഡ് സീക്ക് എക്സ് + c നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി എന്താണ്, ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് എന്താ കിട്ടുക, ലോഗ് മോഡ് സൈൻ എക്സ് + c. ഇനിയോ ഇന്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് എന്താണ്, ലോഗ് മോഡ് സീക്ക് എക്സ് + ടാൻ എക്സ് + c എന്ന് കിട്ടും. ഇനി എന്താ, ഇന്റഗ്രൽ കൊസീക്ക് എക്സ് ഡി എക്സ് എന്താ നോക്കടാ, ലോഗ് മോഡ് കൊസീക്ക് എക്സ് - കോട്ട് എക്സ് + c. ഇപ്പോ നമ്മൾ എന്ത് പഠിച്ചു, 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെ, ഇന്റഗ്രൽ സൈൻ എക്സ്, ഇന്റഗ്രൽ കോസ് എക്സ്, ഇന്റഗ്രൽ ടാൻ എക്സ്, ഇന്റഗ്രൽ കോട്ട് എക്സ്, ഇന്റഗ്രൽ സീക്ക് എക്സ് ആൻഡ് ഫൈനലി ഇന്റഗ്രൽ കൊസീക്ക് എക്സ്. ഈ 6 നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച 5 ഇപ്പൊ പഠിച്ച 6 കൂടെ ടോട്ടൽ ഇപ്പൊ എത്രയായി, 11 ആയിട്ടുണ്ട്. മറക്കരുത് കേട്ടോ. ഇനി അടുത്തേക്ക് പോവാം. അടുത്ത എന്താ, നമ്മൾ ഇപ്പൊ കണ്ട ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, അതായത് കൊസീക്ക്, സീക്ക്, ടാൻ, അതിന്റെയൊക്കെ എന്താണ് സ്ക്വയർ വാല്യൂസ് വരുമ്പോൾ നോക്കുക, സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താ, ടാൻ എക്സ് + c, ടാൻ എക്സ് + c. അടുത്തതോ ഇന്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്, അപ്പൊ എന്താ, കോട്ട് എക്സ് + c, കോട്ട് എക്സ് + c. അടുത്ത നോക്കടാ, ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതാ, കോ വരുമ്പോ എന്ത് വന്നു, ഫ്രണ്ടില് മൈനസ് വന്നു. പക്ഷെ ടാനിന് വന്നോ, സീക്കിന് വന്നോ, ഒന്നിനും വന്നിട്ടില്ല. അടുത്ത് നോക്കുക, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ്, അപ്പൊ എന്താ, സീക്ക് എക്സ് + c. പിന്നെയോ ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ട് എക്സ് ഡി എക്സ് എന്താണ്, കൊസീക്ക് എക്സ് + c. സോറി, കൊസീക്ക് എക്സ് + c. എന്താണ് നോക്കുക, ഇവിടെയും ഫ്രണ്ടിൽ എന്ത് വന്നു, മൈനസ് വന്നു. കോ വരുമ്പോ ഫ്രണ്ടിൽ മൈനസ് ഇടണം. ക്ലിയർ അല്ലേടാ? നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. അടുത്ത നമ്മൾ സ്പെഷ്യൽ ഇന്റഗ്രൽസ് ആണ് നോക്കുന്നത്. നമ്മൾ
നമ്മൾ ഇതുവരെ ജനറൽ ആയിട്ടുള്ളതൊക്കെ പഠിച്ചു. നോക്കുക, ഈ 4 കൂടെ കൂട്ടി ടോട്ടൽ ഇപ്പൊ 15 നമ്മൾ ജനറൽ ആയിട്ട് ഓർഡിനറി ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ 15 എന്തായാലും അറിയണം. ഇനി ഇതിന് പുറമെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഇന്റഗ്രൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സ്പെഷ്യൽ ഇന്റഗ്രൽസ് ആണ് ഇനി അങ്ങോട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത് എന്താ നോക്ക്, ഇന്റഗ്രൽ 1/√1 - x²dx, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ dx/√1 - x² എന്ന് എഴുതാം. അപ്പൊ എന്താ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അടുത്തതോ -1/√1 - x²dx, അപ്പൊ എന്താ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പൊ ഇതേ സാധനത്തിന്റെ പുറത്തൊരു മൈനസ് വന്നാൽ അത് എന്താവും, അത് കോസ് ഇൻവേഴ്സ് എക്സ് ആവും. പിന്നെയോ ഇന്റഗ്രൽ 1/1 + x²dx, ആ റൂട്ട് അങ്ങോട്ട് പോയി. അപ്പൊ എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അടുത്തതോ -1/1 + x²dx, അപ്പൊ എന്താണ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. പിന്നെ നോക്കടാ, ഇന്റഗ്രൽ 1/x√x² - 1 dx, അപ്പൊ എന്താ കിട്ടിയത്, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. അടുത്തതോ ഇന്റഗ്രൽ -1/x√x² - 1 dx, എന്താണ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1, 2, 3 നിങ്ങൾ പഠിക്കണ്ടു. ബാക്കിയൊക്കെ എന്താ അതിന്റെ മൈനസ് ആണ്. മൈനസ് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഒന്നാമത്തെ പഠിച്ചു സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ അതിന്റെ മൈനസ് എന്തായിരിക്കും, കോസ് ഇൻവേഴ്സ് എക്സ്. ഇതിന്റെ പഠിക്കുന്നു ടാൻ ഇൻവേഴ്സ് ആണ്, അതിന്റെ മൈനസ് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കോട്ട് ഇൻവേഴ്സ് ആണ്. അടുത്ത എന്താണ്, സീക്ക് ഇൻവേഴ്സ് കിട്ടി. ഫൈനലി എന്താണ്, കൊസീക്ക് ഇൻവേഴ്സ് ആയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 6 ഉണ്ടെങ്കിലും നിങ്ങൾ 3 പഠിച്ചാൽ മതി. സിമ്പിൾ ആയില്ലേ? അപ്പൊ 15 + 6 ഇപ്പൊ ടോട്ടൽ 21 ആയിട്ടുണ്ട്. മറക്കരുത് കേട്ടോ. നേരെ അടുത്ത പിടിക്കാണതാ. ഇനിയും കഴിഞ്ഞിട്ടില്ലേ, സ്പെഷ്യൽ ഇന്റഗ്രൽസ് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ ഇന്റഗ്രൽ 1/x² + a² dx, അപ്പൊ എന്താ 1/a tan inverse x/a plus c. ഇനി നോക്കുക, അതേ സാധനത്തിന് മൈനസ് ഇട്ട് കൊടുത്തു. എന്താണ് ഇന്റഗ്രൽ -1/a² + x² dx. എടാ ഈ a² + x² തന്നെയാണ് എന്ത് ഈ പറയുന്ന x² + a² കേട്ടോ, മാറ്റമൊന്നുമില്ല. അപ്പൊ എന്താണ് 1/tan inverse ആയിരുന്ന സാധനം ഇപ്പൊ എന്തായി 1/a കോട്ട് ഇൻവേഴ്സ് x/a plus c എന്നായി. കണ്ടോ മൈനസിന്റെ വ്യത്യാസം എന്താ, ടാനിന്റെ ഓപ്പോസിറ്റ് കോട്ട് വന്നു. അപ്പൊ ഇതും ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് എന്താണ് നേരെ തിരിച്ചിട്ടാൽ മതി, ടാൻ മാറ്റി കോട്ടാക്കുക, അത്രേ വ്യത്യാസമുള്ളൂ. അടുത്ത എന്താണ് ഇന്റഗ്രൽ 1/x² - a² dx, അപ്പൊ നോക്കിയാൽ എന്താ കിട്ടിയത് 1/2a log mod x - a/x + a plus c എന്ന് കിട്ടി. ഇനി ഇതേ സംഭവം എന്താ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രൽ 1/a² - x², അത് രണ്ടും സെയിം സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് രണ്ടും സെയിം അല്ല. കാരണം എന്താണ് 1 + 2 = 3 ആയിരിക്കും, 2 + 1 = 3 ആയിരിക്കും. പക്ഷെ 1 - 2ഉം 2 - 1ഉം സെയിം അല്ല. അതേപോലെയാണ് എന്ത് x² - a²ഉം a² - x² എന്തല്ല, ഒരിക്കലും സെയിം അല്ല, രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. അത് മറക്കണ്ട. സോ ഇതാ ഈ എനെയും എക്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച പോലെ തന്നെയാണ് എന്താ ഇവിടെയും തിരിച്ചിട്ടുള്ളത്. എന്താ നോക്കുക, 1/2a 1/2a സെയിം ആണ്, ലോഗ് സെയിം ആണ്. പക്ഷേ മോഡുലസിന്റെ ഉള്ളിൽ ഇവിടെ x - a x + a, ഇവിടെയോ a + x ഉം a - x ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചിട്ട് മുകളിലോട്ട് താഴോട്ട് മാറ്റി എഴുതാണ് ചെയ്തത്, പ്ലസ് സി. അത്രയും അവിടെ വ്യത്യാസമുള്ളൂ. ഇതൊന്ന് പ്രോപ്പർ ഓർഡറിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. അടുത്ത നോക്ക്, ഇന്റഗ്രൽ 1/√x² + a² dx, എന്താ അത് ലോഗ് മോഡ് x + √x² + a² + c. ഇനിയോ അതേപോലെ ഇന്റഗ്രൽ 1/√x² - a², കണ്ട പ്ലസ് മാറി ഇവിടെ മൈനസ് വന്നു. അപ്പൊ എന്താ വ്യത്യാസം നോക്കിയേ, ലോഗ് മോഡ് x പ്ലസ് √x² - a² + c. എന്താണ് ഈ താഴെയുള്ള സാധനം നേരെ ലോഗ് മോഡുലസിന്റെ ഉള്ളിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. ലോഗ് മോഡ് എക്സിന്റെ കൂടെ അങ്ങ് പ്ലസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. അത്രേ വ്യത്യാസമുള്ളൂ. ഇവിടെ പ്ലസ് വന്നു, ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് വന്നു, ഇവിടെ മൈനസ് വന്നു. ദാറ്റ്സ് ഓൾ. അടുത്ത ലാസ്റ്റ് ഒന്ന് നോക്കി, ഇന്റഗ്രൽ 1/√a² - x² dx, അപ്പൊ എന്താ സൈൻ ഇൻവേഴ്സ് x/a plus c, സൈൻ ഇൻവേഴ്സ് x/a plus c എന്ന് കിട്ടി. ഇനി അടുത്തത്, ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ, നമ്മൾ എന്താണ് എലിപ്സ്, സർക്കിള്, അതേപോലെ എന്താണ് പാരബോള, ലൈൻ്റെ ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് നോക്കാം. ഇന്റഗ്രൽ √x² + a² dx, എന്താ അത് x/2 × √x² + a² plus a²/2 log mod x plus √x² plus a² plus c. കുറച്ച് വലുപ്പമുണ്ട്, പക്ഷെ നിങ്ങൾ ഇത് എഴുതി തന്നെ പഠിക്കണം. ഇത് വെറുതെ ഒറ്റ വട്ടം ഇങ്ങനെ നോക്കി നോക്കി പോകേണ്ടതൊന്നും തലയിൽ നിൽക്കില്ല മക്കളെ. ഇതെന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. ഇനിതാ അടുത്തത്, √x² + a² മാറ്റി √x² - a² ആക്കുമ്പോൾ എന്താ വ്യത്യാസം നോക്കി, x/2 സെയിം, കണ്ടോ ഇവിടെ പ്ലസ് മാറി ഇവിടെ മൈനസ് വന്നു. സാധനം എന്താ, ഇത് നേരെ എടുത്ത് ഇവിടെ എഴുതുന്നു, അത്രേ ഉള്ളൂ. a²/2 മാറ്റില്ല, ലോഗിൽ മാറ്റില്ല, എക്സിൽ മാറ്റില്ല. ഇതേ സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്, അതേപോലെ തന്നെ ഇതേ സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. ആകെ വ്യത്യാസം എന്താ,
പ്ലസും മൈനസും മാറുന്നു എന്ന് മാത്രം. അപ്പൊ ഒന്ന് പഠിച്ചാൽ മറ്റേത് പഠിക്കാൻ ബഹുത്ത് ഈസി ഹെ. അടുത്തെന്താണ്? ഇന്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നേരെ തിരിച്ചു. അപ്പൊ എന്താ സംഗതി? എക്സ് ബൈ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. എന്താണ് ഇവിടെ ലോഗ് മോഡ് വന്നു. ഇവിടം വരെ ഒക്കെ സെയിം ആണ്, നേരെ എഴുതാം. എ സ്ക്വയർ ബൈ ടു വരെ സെയിം ആണ്. പക്ഷെ എന്തിനാ വ്യത്യാസം? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്നായി പോയി. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി എന്താ? ഇന്റഗ്രൽ 1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. അതെന്താ സംഭവം? അപ്പൊ നോക്കിയടാ, 1/a സീക്ക് ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. 1/a സീക്ക് ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. പിന്നെയോ ഇന്റഗ്രൽ മൈനസ് 1/x റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. അപ്പൊ എന്താണത്? 1/a കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇവിടെ നോക്ക്, ഇവിടെ മൈനസ് വന്നു, ഇവിടെയും മൈനസ് വന്നു. പക്ഷെ എന്താണിതാ? ഈ മൈനസ്, ഇത് പ്ലസ്. അതിന്റെ വ്യത്യാസത്തിൽ സീക്ക് ഇൻവേഴ്സ് എക്സ് എന്തായിട്ട് മാറി? കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആയിട്ട് മാറി. ഇത്രയും വ്യത്യാസമുള്ളൂ. വേറെ ഒരു പരിപാടിയും ഇവിടെ നമ്മൾ നടത്തിയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെഷ്യൽ ഇന്റഗ്രൽസ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി എന്താണ്? ഇനി നമുക്ക് ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയേ, മൊത്തം എത്ര നമ്മളിപ്പോ ചെയ്തു? ഒന്ന് എണ്ണി നോക്കടാ. ഇവിടം വരെ നമ്മള് പറഞ്ഞിരുന്നു 15ഉം 16ഉം 6ഉം 21 21 1 2 3 4 5 6 7. അപ്പൊ 21 7 കൂടെ 28 ഇപ്പൊ തന്നെ. പിന്നെയോ ഇതിന്റെ കൂടെ ഈ 5 കൂടി ആകുമ്പോ എത്രയായിടാ? മൊത്തം 33 നമ്മൾ ഇവിടെ തന്നെ പഠിച്ചു. 33 ഇവിടെ തന്നെ. ഇതിലെന്താ? ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിന്റെയും കൂടെ നമ്മൾ പഠിച്ചു കേട്ടാ. ഇന്റഗ്രൽസ് മാത്രമല്ല, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും കൂടി ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കുറെ എണ്ണം ഒരു ചാപ്റ്റർ തന്നെ പഠിക്കണം എന്നില്ല. രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താ? ഇന്റഗ്രേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്. നമ്മൾ മെത്തഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ 3 ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഇന്റഗ്രേഷൻ ബൈ സമ്മേഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. രണ്ടെന്താണ്? ഇന്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ഉണ്ട്. 3 ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉണ്ട്. അതിൽ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷന് നമുക്കൊരു 6 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഈ 6 പ്രോപ്പർട്ടി ഒന്ന് ഓർത്തിരിക്കണം. എന്തൊക്കെയാ നോക്കുക? പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നൊരു സാധനം കിട്ടിയാൽ അതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. എന്താ? അതേപോലെയാണ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? എക്സ് മൈനസ് എ പ്ലസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. എ ബി സി നോക്കുക. ഈ താഴത്തെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ആൾക്കാരെ സ്വീകരിക്കുന്നത്. ഇവിടെ 2 പേര് എയും ബിയും. ഇവിടെ ഒരാളെ ഉള്ളൂ എങ്കിൽ മുകളിൽ സ്ക്വയറാ. അപ്പൊ എന്താ? ഒന്നിന്റെ പവർ 1, മറ്റതിന്റെ പവർ 2. അങ്ങനെ എയും ബിയും വന്നു. ഇനി ഇവിടെ ക്യൂബ് വന്നാലോ സാർ? ക്യൂബ് വന്നാൽ എന്താ? എ ബി സി വരും. അപ്പൊ എന്താ? എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് എന്തെഴുതണം? അത്രയേ ഉള്ളൂ വ്യത്യാസം. അടുത്ത് നോക്കുക. 1 2 3 3 പേരുണ്ട്. 3 പേര് വന്നാൽ എന്താ? എ ബി സി 3 പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത നോക്ക്, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. സാർ അപ്പൊ 2 ഉള്ളൂ. പക്ഷെ അല്ല. എന്താണ്? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു 1 ഉണ്ട്, എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു 2 ഉണ്ട്. പോരാതെ ഈ എക്സ് മൈനസ് ബി ഉണ്ട്. സോ 3 പേര് വേണം. അതുകൊണ്ടാണ് എ ബി സി എന്ന് വന്നത്. താഴെ നോക്കുക, എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പൊ 4 പേര് ഇതാ എ ബി സി ഡി വന്നു. എക്സ് മൈനസ് എ പവർ 1. ഇവിടെ നോക്കുക, എക്സ് മൈനസ് എ പവർ 2, എക്സ് മൈനസ് എ പവർ 3, പിന്നെയോ ലാസ്റ്റ് ഉള്ള എക്സ് മൈനസ് ബി. അത്രയും കൂടെ കൊടുത്തു. ലാസ്റ്റ് വൺ നോക്കിയേ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്താ? എക്സ് മൈനസ് എ ബൈ എക്സ് മൈനസ് എയും ബി ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയും. കണ്ടോ? അപ്പൊ നിങ്ങൾ ഈ താഴെയുള്ള ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ? ഇവിടെ ആൾക്കാരെ സ്വീകരിക്കേണ്ടത് എ ബി സി ഡി. അപ്പൊ നിങ്ങൾ പവറും കൂടി നോക്കണം. പവർ 1 ആണെങ്കിൽ 1 മതി. 2 ബ്രാക്കറ്റ് വന്നാൽ 2 മതി. പക്ഷെ 1ന്റെ പവർ 2ഉം 3ഉം ഒക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലതാ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെങ്ങനെ മാറ്റി എഴുതുന്നു? ഇത് ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടും. വേറെ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇതിനകത്തില്ല. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ വളരെ സുഖമാണ് കേട്ടോ. ഇനി എന്താ മക്കളതാ? ഇന്റഗ്രേഷൻ ഓഫ് ദ ടൈപ്പ്. നമ്മൾ ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഒറ്റ ടൈപ്പ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഒറ്റ ടൈപ്പ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഈ റേസ് എക്സ് ഒക്കെ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും. ഇതൊരു ജനറൽ ഫോർമാറ്റ് ആണ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട. എന്ത് ചെയ്യുക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മാത്രം എഴുതി കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷന്റെ തന്നെ ഡിഫറൻഷ്യൽ ഫോം അതിൽ വന്നാൽ പുട്ട് ടി ഈസ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇ റൈസ് ടു എക്സിന്റെ കൂടെ എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എഴുതി കൊടുക്കുക. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വേണം ഞാൻ കാണിച്ചു തരാം മക്കളത്. സിമ്പിൾ ആണ്. എന്താ? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ dx.
ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ നോക്കുമ്പോൾ എന്താ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിഫറൻഷ്യൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട് 1/1 + x² ഉണ്ട്. സോ നമുക്ക് എന്താ പുട്ട് t ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാതാ ഈ ഒരു ഫോർമാറ്റ് മാത്രം ആലോചിക്കുക. നേരെ എന്ത് എഴുതി കൊടുക്കുക, ആൻസർ എന്തായിരിക്കും? യെസ്, e⁻x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതി കൊടുക്കുക. 2 വാരിയുടെ അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. ഇത്ര നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. സോ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടൈപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി ഫൈനലി നമ്മൾ നോക്കുന്ന പരിപാടിയാണ് എന്ത്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും തെറ്റിപ്പോകുന്ന പരിപാടി, പക്ഷെ പഠിക്കാൻ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് എന്ത്? ഈ പറയുന്ന ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട സാധനം ഇതല്ല. ഇതിന് പകരം നിങ്ങൾ എന്ത് പഠിക്കണം? ആദ്യം ഒരു ഓർഡർ പഠിക്കണം. ആ ഓർഡർ ഞാൻ കാണിച്ചിരുന്നത് മക്കളെ, ഇതാ നോക്കാം. ഈ ഓർഡർ നിങ്ങൾ പഠിക്കണ്ടേ. ഇതെന്താണ് സാർ? ഒരു നീലപ്പെട്ടി. സംഭവം ഇത്രയേ ഉള്ളൂ മക്കളെ. ഇവിടെ ഇലേറ്റ് എന്ന് പറയുന്ന റൂൾ, ഇലേറ്റ് ILATE, ഇതൊക്കെ എന്താണെന്നാണ് നമ്മളോട് താഴെ കൊടുത്തിരിക്കുന്നത്. I എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്. അതെന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് പറഞ്ഞ വരില്ലേ? ഇൻവേഴ്സ് വരുന്നതൊക്കെ എന്താണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പെടും. L എന്താണ്? ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 3x വരാം, ലോഗ് x വരാം, ഇന്റഗ്രൽ x വരാം, എന്ത് വേണം വരാം. അതാണ് ലോഗരിതമിക് എന്ന് പറയുന്നത്. ഇനി A സ്റ്റാൻഡ്സ് ഫോർ ഓൾജിബ്രായിക്. എന്താ ഓൾജിബ്രായിക്? x³ 3√x, അല്ലെങ്കിൽ എന്താ x⁴x², x⁴1, ഇതൊക്കെ എന്താണ്? ഇത് ഓൾജിബ്രായിക് ആണ്. പിന്നെയോ ട്രിഗണോമെട്രിക്. അതെന്താണ്? നമുക്കറിയാം 6 സൈൻ എക്സ്, കോസ് എക്സ്, കൊസീക് എക്സ്, സീക് എക്സ്, ടാൻ എക്സ് ഒക്കെ പറഞ്ഞ നമ്മൾ പോലെ കോട്ടക്സ്, അതൊക്കെയാണ് എന്ത്? ട്രിഗണോമെട്രിക്. അതിന്റെ ഇൻവേഴ്സ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത്, മറക്കണ്ട. പിന്നെയോ എക്സ്പൊണൻഷ്യൽ. E സ്റ്റാൻഡ്സ് ഫോർ എക്സ്പൊണൻഷ്യൽ. എന്താണ്? 3⁻x, e⁻x എന്നൊക്കെ വന്നാൽ അതെന്താണ്? എക്സ്പൊണൻഷ്യൽ ആണ്. ഈ മുകളിൽ നിന്ന് താഴേക്കാണ് എന്ത്? പ്രയോറിറ്റി ഓർഡർ ഇറങ്ങി വരിക. ദാറ്റ് മീൻസ് പ്രയോറിറ്റി ഈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആർക്കാണ്? ഏറ്റവും മുകളിലുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ആണ്. ദാറ്റ് മീൻസ് ഇതെന്തിനാ സാർ ഈ സാധനം ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക, ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു. ഇവിടെ നിങ്ങൾ എന്താ ഉപയോഗിക്കുക? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് ആണ്, ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ആണ്. അപ്പൊ ഈ റൂള് പ്രകാരം ആരാ ഫ്രണ്ടിൽ വരേണ്ടത്? ലോഗരിതമിക് ആണ് അല്ലെ? പക്ഷെ ഇവിടെ ഫ്രണ്ടിൽ ആരാ ഉണ്ടായിരുന്നത്? ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് അല്ലേ? അപ്പോ ഓൾജിബ്രായിക് ആണ് ഫ്രണ്ടിലുള്ളത്. അപ്പൊ നമ്മൾ ആരെ ഫ്രണ്ടിലേക്ക് ആക്കണം? ഈ ലോഗ് എക്സിനെ ഫ്രണ്ടിലേക്ക് ആക്കി എക്സിനെ അങ്ങോട്ടേക്ക് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മോഡിഫൈ ചെയ്യണം, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം നമ്മൾ. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇലേറ്റ് എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പൊ പഠിച്ച ഈ റൂൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവണം. ഇനി ഈ റൂളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യേണ്ട എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ കിട്ടി നോക്കുക. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തരാം. നമ്മൾ നേരത്തെ എഴുതുന്നത് ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ്. ഇലേറ്റ് റൂൾ പ്രകാരം അത് എങ്ങനെയാവും? ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്നാവും. ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് മക്കളോട് സംഭവിക്കുക? ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്? ലോഗ് എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ ആണ് എന്ത്? എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഈ ഫോർമാറ്റ് പഠിച്ചു നോക്കണം. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഇവിടെ എഴുതാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി എന്താണ്? ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. ഇന്റഗ്രൽ യു ഡി വി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാൻ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഇൻറ്റു വി, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഈ രണ്ട് ഫോർമാറ്റുകൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് മക്കളെ നമുക്ക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം, പഠിക്കണം. ഇതൊക്കെ കാണാതെ പഠിച്ച് വെള്ളം പോലെ കിട്ടുന്നവർക്ക് ഇന്റഗ്രേഷന്റെ ഏത് മൂലയ്ക്ക് എവിടുന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ടാവും. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ കുത്തിയിരുന്ന് പഠിക്കുക. പഠിക്കാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇനി എക്സാമിലേക്ക് നമുക്ക് വളരെ കുറച്ച് നാളുകളെ മുമ്പിലുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് ആൻഡ് താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.